പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം സൃഷ്ടിച്ച മനുഷ്യർ എല്ലാവരും ഡിഫറൻറ്റ്. സോ വി വുഡ് കോംപ്ലിമെൻറ്റ് വൺ അനദർ, അല്ലേ? അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെങ്കിലും നമ്മുടെ വ്യത്യാസങ്ങൾ വെച്ച് നാം പലപ്പോഴും കോമ്പീറ്റ് ചെയ്യുമല്ലേ. ഡിഫിക്കൽട്ടായിട്ടുള്ള വ്യക്തികളുണ്ട്. എന്നാൽ ഒരു ദൈവത്തിന് പ്രസാദമാകും വിധം ഓരോരുത്തരെയും ഡീല് ചെയ്യുന്നത് നാം അറിഞ്ഞിരിക്കണം. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 3:16 സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. പ്രൈസ് ഗോഡ്. ഈ നാളിൽ ജീവിതത്തിൽ കർത്താവ് ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരെയും ഒരുപോലെ ഡീൽ ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപയ്ക്ക് വേണ്ടി യാചിക്കേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 5:45 ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. യേശു കർത്താവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാത്. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് എന്ത് ചെയ്യണമെന്നുള്ളത് 43-44 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അതൊരു ഫാക്റ്റായിട്ട് അങ്ങനെ അവിടെ നിൽക്കുക. എന്നാൽ യേശു കർത്താവ് പറയുന്ന ഫാക്റ്റ് അതല്ല. യേശു കർത്താവ് പറയുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്, എന്നാൽ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള കാര്യമാണ്. യേശു കർത്താവ് 44-ാം വാക്യം മാത്യു ചാപ്റ്റർ 5:44 പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവമക്കളെ, നിങ്ങൾക്ക് തോന്നുന്നോ അത് എളുപ്പമുള്ള കാര്യമാണെന്ന്? തീർച്ചയായിട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ കർത്താവ് എല്ലാത്തിലും ഒരു മാതൃക വെച്ചിട്ടാണ് കടന്നു പോയിരിക്കുന്നത്. ആ മാതൃക എന്തിനാണ് നമുക്ക് തന്നത്? നമുക്ക് ഫോളോ ചെയ്യുവാൻ. നമ്മളെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിൻ്റെ അനുകാരികളാണ്. വി ആർ ഇമിറ്റേറ്റേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വി ആർ ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ വരുമ്പോൾ നാം ഇതനുസരിപ്പാൻ ബാധ്യസ്ഥരാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്: പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ശ്രമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എഫേർട്ട് വേണം. അത് നാം മനഃപൂർവ്വമായിട്ട് നമ്മുടെ മനസ്സിൽ നാം അങ്ങനെ ചെയ്യണമെന്ന് കരുതി ഡെലിബറേറ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയില്ല എന്ന് യേശു കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം നോക്കുമ്പോൾ നാം കാണുന്നു: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല. എത്രയോ സത്യമായൊരു കാര്യമാണ്. ഇത് അറിയാമെങ്കിൽ കൂടെ
ഇന്ന് നമ്മൾ കാണുന്ന അനേകർ മാൻ പ്ലീസേഴ്സാണ്. അതായത് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ, അവരുടെ ബോസിനെ പ്രസാദിപ്പിക്കുവാൻ, അവരുടെ മേലധികാരികളെ പ്രസാദിപ്പിക്കുവാൻ, അവർക്ക് കാര്യസാധ്യം നേടിയെടുക്കേണ്ടതിന് അവർക്ക് ഉതകത്തക്ക വിധത്തിലുള്ള, അവർക്ക് ഉപയോഗയുക്തമാകുന്ന, അവർക്ക് ആവശ്യമായിരിക്കുന്ന വ്യക്തികളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഒരു മലയാളം ഭാഷയിൽ പറഞ്ഞാൽ ഏത് വേഷം കെട്ടുവാനും മനുഷ്യർക്ക് ഒരുക്കമാണ്. ദൈവമക്കളെ, നാം ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ ഗലാത്യ സഭയിലുള്ള വിശ്വാസികളോട് പറയുക, അങ്ങനെയെങ്കിൽ ഒരിക്കലും യേശു കർത്താവിൻ്റെ ദാസനായിരിക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ നാളിൽ നമുക്ക് കഴിയാൻ മേലാത്ത കാര്യം, നമുക്കധികം പ്രയാസമുള്ള കാര്യം, ദൈവം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാനത് ചെയ്തു തരാം. അപ്പോൾ അതിന് നമുക്ക് കൃപ ആവശ്യമാണ്. കർത്താവേ, എനിക്കതിന് കഴിയത്തില്ല, ഞാൻ പലപ്പോഴും മാൻ പ്ലീസർ ആയിട്ട് മാറിപ്പോവുക, കാര്യം കാണാൻ വേണ്ടി അല്ലേ ഓരോരുത്തരെ പ്രസാദിപ്പിച്ച് ഞാൻ ജീവിക്കുക. അങ്ങനെ എനിക്ക് കഴിയുന്നില്ല ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ. നിനക്കതിനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം തരും. അതുകൊണ്ടാണ് സദൃശവാക്യം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് ശാസന ആവശ്യമാണ്, പ്രബോധനം ആവശ്യമാണ്. എന്നാൽ ഇന്ന് പറ്റുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് രണ്ടും ആവശ്യമെന്നറിയുകയാണെങ്കിലും നാം നമ്മുടെ കാത് ശാസനയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. മനുഷ്യർക്കത് ഇഷ്ടമുള്ള കാര്യമല്ലായിട്ട് അങ്ങ് തീർന്നിരിക്കുക. പ്ലീസ് ഗോഡ്. അതുകൊണ്ട് യേശു കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കണം. അതിന് നിങ്ങൾക്ക് കഴിയുമോ? തീർച്ചയായിട്ടും അതിന് കഴിയണം. ഇല്ലെങ്കിൽ എന്തോ പറ്റുമെന്നറിയാമോ? ഡെയിലി ബേസിസിൽ ഓരോ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളങ്ങ് ആങ്ഷ്യസ് ആകും. അപ്പോൾ പല കാര്യങ്ങളെയും ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ കഴിയാതാകും. അങ്ങനെ കാണാൻ കഴിയാതാകുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നമുക്കൊരു ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കഴിയാതെ നാം വറിയടിക്കുവാൻ തക്കവണ്ണം ആരംഭിക്കും. പ്രൈസ് ഗോഡ്. ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ നമുക്കറിയാം, നമുക്ക് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം, ദൈവത്തെ ആശ്രയിക്കണമെന്നറിയാമെങ്കിലും പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നില്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സിക്കാകുമ്പോൾ തന്നെ ഹല്ലേലൂയ, മരണത്തെ ജയിച്ച കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഗുഡ് ഇനഫ് അല്ല, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പെർഫെക്റ്റ് അല്ല. ഇങ്ങനെ ഓരോ സ്ട്രഗിൾസ് തൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും എൻ്റെ കുറവ് കൊണ്ടാണിത് വന്നതെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വറിയടിക്കാൻ തുടങ്ങുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണാം. പ്രൈസ് ഗോഡ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവമക്കളെ, നമ്മുടെ സംശയങ്ങളും നമ്മുടെ ആങ്സൈറ്റികളും നമുക്ക് ദൈവത്തിൻ്റെ മേൽ ഇടാം. ദൈവത്തിൻ്റെ മേൽ ഇട്ടാൽ അവനത് നമുക്ക് വേണ്ടി ചുമക്കും, അവനത് നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ആങ്ഷ്യസ് ആകരുതെന്നല്ല ഞാൻ പറയുന്നത്. ആങ്സൈറ്റി മനുഷ്യർക്ക് കടന്നു വരും, പക്ഷേ ദൈവമക്കളെ സൂപ്പർ ആങ്ഷ്യസ് ആയി തീരുവാൻ ഒരു കാലത്തും ഇടയാകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിശയവും അത്ഭുതകരവുമായ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? പ്രൈസ് ഗോഡ്. ആ ദൈവം നമുക്ക് നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. ആ നല്ല വഴിയിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ യഹോവയുടെ വഴികൾ ചുവള്ളത്, നീതിമാന്മാർ അവയിൽ കൂടി നടക്കും, അതിക്രമക്കാരോ ഇടറി വീഴും. പ്രൈസ് ഗോഡ്. നമ്മൾ വീഴാനുള്ളവരല്ല, വീണാലും നിലംപരിചാകാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് എഴുന്നേറ്റ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഓടിത്തകപ്പാൻ തക്കവണ്ണം എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിപ്പാൻ തക്കവണ്ണം സന്നദ്ധനാണ്. എന്ത് തിന്നും എന്ത് കൊടുക്കും, ഇതൊക്കെ മനുഷ്യരുടെ ചിന്തയാണ്. യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അത് പറയുന്നുണ്ട്. വയലിലെ താമരയെ അവൻ ചമയിക്കുന്നുണ്ട് അല്ലേ? ഏറിയ കുരിയലിനെ കഴിഞ്ഞൊക്കെ നാം വിശേഷതയുള്ളവരാണ്. പക്ഷേ ഒരു കുരിയിൽ താഴെ വീണാൽ യേശു കർത്താവ് അറിയും. അതുകൊണ്ട് യേശു കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യുന്നത് എന്തിനാ? സീക്ക് ഫസ്റ്റ് ഗോഡ്സ് കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നെസ്.
ഹല്ലേലൂയ. നാം അതന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ കരുതും. ദൈവത്തിൻ്റെ അതോറിറ്റിയിൽ അവൻ നമ്മെ സേഫായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. താൻ ക്രൂശിൽ മരിച്ചത് എനിക്കും നിനക്കും വേണ്ടിയാണ് ദൈവപൈതലേ. പ്രൈസ് ഗോഡ്. ആ ദൈവം നമ്മളെ കരുതാതിരിക്കുമോ? പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ഒക്കെയും നമ്മെ അവൻ വെളിയിൽ കൊണ്ടുവന്നെങ്കിൽ സ്വാതന്ത്ര്യത്തോടെയുള്ളൊരു ജീവൻ നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകാതെ മറ്റുള്ളവരെയും എൻകറേജ് ചെയ്ത് സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആങ്ഷ്യസ് ആകാതെ വണ്ണം കർത്താവേ, ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള വ്യക്തികളെ കണ്ടാലും അവരെ ഡീല് ചെയ്യുവാൻ തക്കണം. ആങ്സൈറ്റി ഞങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ, അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള വ്യക്തികളെയും ഡീൽ ചെയ്യുവാൻ തക്കണം നീ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദിന സത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ തക്കണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.